നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ലവലോലിക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ നെല്ലിക്ക, ചുവന്ന കളറിലുള്ള നെല്ലിക്ക, അതിന് നമ്മൾ ലവലോലിക്ക എന്നാണ് ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ പറയുക. അതിന് ലൂബിക്ക എന്നും ഒക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പം ഞാനിതിവിടെ ഉപ്പിലിട്ട് വെച്ചതാണ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഉപ്പിലിട്ട് വെച്ചതാണ്. 5-6 കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു അച്ചാർ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇത് നമ്മളെ നാട്ടിലൊക്കെ പൊതുവേ എല്ലാവരുടെ വീട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് നമ്മൾ എടുത്ത് സൂക്ഷിച്ച് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്ക് ഇത് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അച്ചാറിടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലെണ്ണ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അച്ചാറൊക്കെ പെട്ടെന്ന് കേടുകൂടാതൊക്കെ ഇരിക്കും. അതിലേക്ക് ഒരല്പം കടുകിട്ട് താളിച്ചിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. അതിനുശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ടു. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ളവർ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ, നല്ലെണ്ണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അല്പം കായപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്കൊരല്പം ഉലുവപ്പൊടി കൂടി ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണുള്ള ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എരിവിന് കാന്താരി മുളക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് മുളക് പൊടി കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് ഇടുക. അപ്പോൾ നമ്മളിവിടെ എണ്ണയിലത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പാത്രവും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ തന്നെ ഉപ്പിലിട്ട് ആ ഒരു നെല്ലിക്കയിൽ ഉണ്ടായിരുന്ന വെള്ളമാണിത്. നല്ല റെഡിഷ് കളറിലിരിപ്പുണ്ട്. അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആ ഉപ്പിലിട്ടതിൽ തന്നെ നമ്മൾ ആ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ അച്ചാറിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ ഉപ്പ് രസം നോക്കിയ ശേഷം വേണമെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നല്ലപോലെ ഉപ്പ് പിടിച്ച് കിടപ്പുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് എരിവും കായവും ഒക്കെ ഒന്ന് കറക്റ്റായിട്ടുണ്ടോ എന്നൊന്ന് നിങ്ങൾക്ക് നോക്കാം. അതിനുശേഷം ഇത് തണുത്ത ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ തണുപ്പിച്ചെടുത്തതാണിത്. ഇനി നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്ന ലവലോലിക്ക ഞാനിവിടെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ ആ കാന്താരി മുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് തണുപ്പിച്ച് വെച്ച് ആ കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ആ ലവലോലിക്കയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിയും കായപ്പൊടിയുടെയും ഉലുവയുടെയും എല്ലാ മിക്സിൽ നമ്മൾ കടുക് താളിച്ചെടുത്തതിൽ ഈ ലവലോലിക്കയും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ചില്ല് പാത്രത്തിലോട്ട് മാറ്റി വെച്ച് 2 ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുറച്ച് നല്ല പെരട്ടിയെടുത്ത ഒരു രൂപത്തിലോട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ലവലോലിക്ക അച്ചാറാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതിന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാന്താരി മുളകിൻ്റെയൊക്കെ ഒരു എരി ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ അത് ലവലോലിക്കയുടെ സീസണാണ്. കാന്താരി മുളകൊക്കെ നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇതെല്ലാവരും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഞാനൊരു വേറൊരു കുഞ്ഞു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉപ്പും പുളിയും എരിവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ലവലോലിക്ക അച്ചാർ കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു കളറിൻ്റെ ഒരു അട്രാക്റ്റീവ്നെസ് കൊണ്ട് കുട്ടികൾക്ക് ഇത് ഉപ്പിലിട്ടതായാലും അച്ചാറിട്ടതായാലും ഒക്കെ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടെയൊക്കെ കൊടുത്ത് നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്